നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വന്നിട്ട് പോയിട്ട് പിന്നെന്താ വന്നേന്ന് അല്ലേ? എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇല്ലല്ലേ? ഇനി ചേച്ചി അറിഞ്ഞോ? അറിഞ്ഞില്ലല്ലോ, ഞാനും അറിഞ്ഞില്ല. പക്ഷെ ഈ സമരത്തെ ഒന്നാം ദിവസം തൊട്ട് ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു എന്നെ ഈ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ സമരത്തിന് വരണമെന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമരം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ, കാരണം അസംബ്ലി ഉണ്ടെന്ന്. അസംബ്ലിയിൽ വന്നപ്പോഴാണ് അസംബ്ലി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ തന്നെ ഞാൻ സമരത്തിന്റെ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കേരളയ്ക്ക് പോയാൽ ശനിയാഴ്ച ദിവസമാണ് കുറേ കല്യാണങ്ങളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് കേരളയ്ക്ക് ഉള്ള ടിക്കറ്റിന്റെ മുന്നേ ഞാൻ പോകും, അതനുസരിച്ച് എന്നെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഏറ്റവും നേരത്തെ വന്നാണ് അല്ലേ. പക്ഷേ നമ്മൾ സമരം തുടങ്ങാൻ കുറച്ച് വൈകിയപ്പോൾ ഞാൻ ഇത്രയും മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ കാണാം. ഞാൻ പല കുറി വാച്ചിൽ തൊട്ട് സമയം കാണിക്കുന്നുണ്ട്, പോകാറായി. പക്ഷെ ഇവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഞാൻ പോകാൻ നേരം സദാശിവ മാഷ് പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ട്രെയിൻ മിസ്സാവും. മിനി ചേച്ചി പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ. ഞാൻ പറഞ്ഞു ട്രെയിൻ മിസ്സാവും. രേമ ചേച്ചി പറഞ്ഞൊരു വാക്ക് നീ പറഞ്ഞിട്ട് പോകും. ഞാൻ പറഞ്ഞില്ല, പരിപാടി മുറപോലെ നടക്കട്ടെ. അപ്പോൾ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതെന്റെ അമ്മമാരാണ്. ആ കുത്തിത്തിരിപ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ഇതെന്റെ അമ്മമാരുടെ സമരമാണ്. അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല, അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന മാധ്യമപ്രവർത്തകര് മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാർത്ത, ഞാൻ വന്നാലേ അല്ല ഞാൻ ഇവിടുന്ന് പോയാലേ സമരത്തിൽ പങ്കെടുക്കത്തുള്ളെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. അങ്ങനെ അറിയിച്ചോ? ഞാനിവിടേക്ക് വരുമ്പോൾ എനിക്കറിയില്ലേ പ്രതിപക്ഷ നേതാവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന്. ഇനി ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കേരള നിയമസഭയിലേക്കല്ലേ ഇന്ന് ഞാൻ പോയത്. അപ്പൊ ഇന്ന് പ്രതിപക്ഷ നേതാവ് പോയിക്കൊണ്ട് വാക്കൗട്ട് നടത്തിയത് വേണമെങ്കിൽ പറ, എന്നെ വാക്കൗട്ട് നടത്തിയതാണെന്ന് പറ. ഈ സർക്കാരിനെ സഹായിക്കാൻ, ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളുടെ മൂട് വാങ്ങാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകരോടും പറയുന്നു, നിങ്ങളുടെ കുത്തിത്തിരിപ്പുകൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ ഉജ്ജ്വല വിജയം, ഈ സർക്കാരിനെതിരായിട്ട് പാർലമെന്റിൽ ഉണ്ടായ ഉജ്ജ്വല വിജയം, ഇതേ സർക്കാരിനെതിരായിട്ട് ശ്രീ വി ഡി സതീശന്റെയും ശ്രീ സണ്ണി ജോസഫിന്റെയും നേതൃത്വത്തിൽ 2025 ത്രിതല പഞ്ചായത്തിലേക്ക് നേടാൻ പോകുന്ന ഉജ്ജ്വല വിജയവും ഈ സർക്കാരിനെ നിങ്ങളുടെ കുത്തിത്തിരിപ്പുകളെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും പോവുക.